വെൽക്കം NRI വേൾഡ്. ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശ്രീലങ്ക. ഒക്ടോബർ 1 മുതൽ വിസയില്ലാതെ ശ്രീലങ്കയിൽ പ്രവേശിക്കാം. ശ്രീലങ്ക വിസാരഹിത പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് 6 മാസത്തേക്കാണ്. ഇന്ത്യ, UK, ചൈന, USA, ഓസ്ട്രേലിയ എന്നിവയാണ് പട്ടികയിലുള്ള പ്രമുഖ രാജ്യങ്ങൾ. ചൈന, റഷ്യ, മലേഷ്യ, ജപ്പാൻ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് പൈലറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി 2024 മാർച്ച് വരെ വിസാരഹിത പ്രവേശനം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ശ്രീലങ്കൻ ക്യാബിനറ്റ് സൗജന്യ വിസ അനുവദിച്ചത്. വിസ ഓൺ അറൈവൽ ഫീസ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ശ്രീലങ്കയുടെ തീരുമാനം. ഒരു വിദേശ കമ്പനിയാണ് ഈ വിസ നടപടികൾ കൈകാര്യം ചെയ്തത്. ഈ വിവാദങ്ങൾക്കിടയിലും സന്ദർശകർക്ക് 30 ദിവസത്തെ അറൈവൽ വിസ ലഭിക്കുന്നതിന് $50 ഫീസ് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. വിനോദസഞ്ചാര വ്യവസായത്തിലൂടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നതാണ് വിസാരഹിത പ്രവേശനത്തിന് പിന്നിലെ ലക്ഷ്യം. UAE ഫെഡറൽ തൊഴിൽ നിയമനത്തിൽ ഭേദഗതി. തൊഴിലാളികളുടെ രേഖകൾ പിടിച്ചുവയ്ക്കുകയോ ആനുകൂല്യങ്ങൾ നൽകാതെ രാജ്യം വിടാൻ നിർബന്ധിക്കുകയോ ചെയ്യരുത്. എന്തൊക്കെയാണ് നിയമമാറ്റങ്ങൾ എന്ന് നോക്കാം. തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് UAEയിൽ തൊഴിൽ നിയമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. തൊഴിലാളിയുടെ വിസ റദ്ദാക്കിയാലും അവരുടെ ഫയലുകൾ കമ്പനികൾ 2 വർഷം വരെ സൂക്ഷിക്കേണ്ടതാണ്. മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തൊഴിലാളികൾക്ക് ജോലിയിലുള്ള പ്രവൃത്തി പരിചയം സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഫീസ് വാങ്ങരുതെന്നാണ് നിബന്ധന. വിസയും തൊഴിൽ കരാറും റദ്ദാക്കുന്നതിന് കമ്പനികൾ തൊഴിൽ മന്ത്രാലയത്തിന്റെ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിക്കേണ്ടതാണ്. എല്ലാ ആനുകൂല്യങ്ങളും നൽകിയ ശേഷം മാത്രമേ തൊഴിലാളികളെ അവരുടെ രാജ്യത്തേക്ക് മടക്കി അയക്കാവൂ. തൊഴിലാളിയുടെ നാട്ടിലേക്കോ കരാർ അനുസരിച്ച് മറ്റു രാജ്യങ്ങളിലേക്കോ ഉള്ള യാത്രകൾക്ക് ടിക്കറ്റ് ചെലവ് കമ്പനി വഹിക്കണം. തൊഴിലാളി സ്വയം കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണെങ്കിൽ മടക്കയാത്ര ചെലവ് കമ്പനി വഹിക്കേണ്ടതില്ല. നിയമപരമായി മാത്രമേ ജോലിക്ക് ആളെ എടുക്കാവൂ. തൊഴിലാളിയുടെ സുരക്ഷയും താമസവും കമ്പനി ഉറപ്പാക്കേണ്ടതാണ്. അലവൻസ് തുക പ്രത്യേകമോ അല്ലെങ്കിൽ വേതനത്തിനൊപ്പമോ നൽകേണ്ടതാണ്. പുതിയ അന്താരാഷ്ട്ര റോമിംഗ് പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് റിലയൻസ് ജിയോ. നിരവധി ആനുകൂല്യങ്ങളും ഫീച്ചറുകളും ഉൾപ്പെട്ടതാണ് പുതിയ പ്ലാനുകൾ. ഉപഭോക്താക്കളെ കയ്യിലെടുക്കാനുള്ള ജിയോയുടെ പ്ലാനുകളെ കുറിച്ചറിയാം. ടെലികോം ഭീമനായ ജിയോ UAE, കാനഡ, തായ്ലൻഡ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവർക്കായാണ് പുതിയ റോമിംഗ് പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻകമിംഗ് SMS-കൾ പരിധിയില്ലാതെ UAEയിലേക്കുള്ള പുതിയ പ്ലാനിൽ ആസ്വദിക്കാം. ഔട്ട്ഗോയിംഗ് കോളുകളിൽ സന്ദർശിച്ച രാജ്യത്തിനുള്ളിലെ ലോക്കൽ കോളുകളും ഇന്ത്യയിലേക്ക് തിരികെ വിളിക്കുന്നതും ഉൾപ്പെടുന്നു. വൈഫൈ കോളിംഗ് ഉൾപ്പെടെ ഏത് രാജ്യത്തു നിന്നും ഇൻകമിംഗ് കോളുകൾ സ്വീകരിക്കാം. കൂടാതെ ഹൈസ്പീഡ് ഡാറ്റയും ഉപയോഗിക്കാം. ഒരു ദിവസം ഉപഭോക്താവിന്റെ ഡാറ്റ ക്വാട്ട തീർന്നാലും പരിധിയില്ലാതെ ഡാറ്റ 64 kbps വേഗതയിൽ ഉപയോഗിക്കാം. 898 രൂപ, 1598 രൂപ നിരക്കുകളിലാണ് UAE പാക്കുകൾ ലഭ്യമാകുന്നത്. 1671 രൂപ, 3851 രൂപ നിരക്കുകളിൽ കരീബിയൻ പ്ലാനുകൾ ലഭിക്കും. 3851 രൂപയുടെ പ്ലാൻ എടുത്താൽ അധിക ഇൻഫ്ലൈറ്റ് ആനുകൂല്യങ്ങളും നേടാം. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. സ്വകാര്യ മേഖലയുടെ 24.2% ഇന്ത്യക്കാരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പബ്ലിക് അതോറിറ്റിയാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളുടെ കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്തെ ജനസംഖ്യയുടെ 68% പ്രവാസികളും 32% കുവൈറ്റി പൗരന്മാരുമാണ്. വിദേശികളിൽ 21% ഇന്ത്യൻ പൗരന്മാരും 13% ഈജിപ്തുകാരും 6% ബംഗ്ലാദേശികളുമാണ്. 3% സൗദി, സിറിയൻ, നേപ്പാൾ, ശ്രീലങ്കൻ പൗരന്മാരും കുവൈറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. രാജ്യത്തുടനീളം 21,78,008 പേരാണ് പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നതെന്ന് ജൂണിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 24.2% ഇന്ത്യൻ പൗരന്മാരാണ്. അവരാണ്
ഒന്നാം സ്ഥാനത്ത്. ഗാർഹിക തൊഴിൽ മേഖലയിലും ഇന്ത്യക്കാരാണ് ആധിപത്യം പുലർത്തുന്നത്. 43.8 പേരാണ് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യക്കാർ കുവൈറ്റിൽ ജോലിക്കായി പോയിട്ടുണ്ട്. ഇവരാണ് ഇവിടുത്തെ പ്രവാസി ജനസംഖ്യയുടെ ഭൂരിഭാഗവുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വരും കാലങ്ങളിലും ധാരാളം പ്രവാസികൾ ഇവിടെ തൊഴിൽ തേടിയെത്തുമെന്നാണ് കണക്കാക്കുന്നത്. UAE-യിൽ വ്യാപക വിസ തട്ടിപ്പ്. പാർട്ട്ണർ വിസ, ഫ്രീലാൻസ് വിസ തുടങ്ങിയ പേരുകളിലാണ് വിസ തട്ടിപ്പ് നടക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകി ചില സ്ഥാപനങ്ങൾ വിസ തട്ടിപ്പ് നടത്തുന്നത് UAE-യിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. വിസ ആവശ്യമുള്ളവരെ കമ്പനിയുടെ പാർട്ട്ണർമാരായി കാണിച്ച് പുതിയ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടാക്കി പാർട്ട്ണർ വിസ സംഘടിപ്പിക്കും. ഈ കമ്പനികളിൽ ഭൂരിഭാഗവും 1 വർഷത്തിനു ശേഷം ലൈസൻസ് പുതുക്കാതെ പൂട്ടിപ്പോകുകയും ചെയ്യും. 2 വർഷത്തെ വിസയെടുത്തവർ വിസ പുതുക്കാനാകാതെ പിടിക്കപ്പെടുന്നത് സർവ്വസാധാരണയായി മാറുകയാണ്. പാരന്റ് വിസ കിട്ടാൻ വേണ്ടത്ര ശമ്പളമില്ലാത്തതിനാൽ മാതാപിതാക്കളെ ഗൾഫിലെത്തിക്കാൻ ശ്രമിക്കുന്നവരും വിസ തട്ടിപ്പിന് ഇരയാകാറുണ്ട്. UAE-യിൽ സർക്കാർ വെബ്സൈറ്റുകളിൽ വിസ നിരക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനേക്കാൾ കുറഞ്ഞ വിസ ഫീസ് നിരക്കുകൾ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകാർ ആളുകളെ കുരുക്കുന്നത്. ഇവരുടെ കെണിയിൽ വീഴുന്നവർ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഫ്രീലാൻസ് വിസ വാഗ്ദാനവും തട്ടിപ്പിന്റെ മറ്റൊരു മാതൃകയാണ്. ഇത്തരം കെണിയിൽ വീഴരുതെന്നാണ് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി ഡെസ്റ്റിനേഷൻ. സ്പെയിനിലെ കാറ്റലോണിയയുടെ വിശേഷങ്ങൾ അറിയാം. വേൾഡ് ഡിഷസ്. സ്കോട്ട്ലാൻഡിന്റെ ദേശീയ വിഭവമാണ് ഹഗ്ഗീസ്. രുചികരമായ ഈ ഡിഷിന്റെ വിശേഷങ്ങൾ അറിയാം. ഇതോടെ ഈ ആഴ്ചത്തെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.